Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാമാദ്യം പ്രധാന വാർത്തകൾ. PSC പരീക്ഷയ്ക്കെത്തിയ ഉദ്യോഗാർത്ഥികളുടെ പണം മോഷണം പോയി. മാടായി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ എഴുതിയ 10ഓളം വിദ്യാർത്ഥികളുടെ ബാഗിൽ സൂക്ഷിച്ച പണമാണ് നഷ്ടമായത്. പഴയങ്ങാടി പോലീസിൽ പരാതി നൽകി. രാജ്യത്തിന്റെ അഭിമാനം ചോദ്യം ചെയ്യുന്ന ഏത് ശക്തിക്കെതിരെയും ഒറ്റക്കെട്ടായി പോരാടുമെന്നും മതപരമായോ വർഗീയപരമായോ വിഭജനം ഇന്ത്യയിൽ അനുവദിക്കില്ലെന്നും കോൺഗ്രസ് എസ് സംസ്ഥാന പ്രസിഡന്റും മന്ത്രിയുമായ രാമചന്ദ്രൻ കടന്നപ്പള്ളി പ്രസ്താവിച്ചു. കോൺഗ്രസ് എസ് കടന്നപ്പള്ളി പാണപ്പുഴ മണ്ഡലം ഏകദിന ശില്പശാലയും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. യാത്രക്കാർക്ക് അപകട ഭീഷണിയായി വാഹനമിടിച്ചു തകർന്ന പഴയങ്ങാടി പാലത്തിന്റെ കൈവരികൾ. മാസങ്ങൾക്ക് മുൻപ് ടാങ്കർ ലോറി അപകടത്തെ തുടർന്നായിരുന്നു പാലത്തിന്റെ കൈവരികൾ തകർന്നത്. പയ്യന്നൂർ സ്പോർട്സ് കൾച്ചറൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ രജത ജൂബിലിയോടനുബന്ധിച്ച് മെയ് 12 മുതൽ 18 വരെ പയ്യന്നൂരിൽ നടക്കുന്ന ടി ഗോവിന്ദൻ അഖിലേന്ത്യാ വോളിയുടെ വരവറിയിച്ചുകൊണ്ട് വിളംബര റാലി നടന്നു. പയ്യന്നൂർ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ പരിസരത്തു നിന്നും ആരംഭിച്ച വിളംബര റാലി വോളിബോൾ ടൂർണമെന്റ് നടക്കുന്ന സ്റ്റേഡിയത്തിൽ സമാപിച്ചു. വാർത്തകൾ വിശദമായി. PSC പരീക്ഷയ്ക്കെത്തിയ ഉദ്യോഗാർത്ഥികളുടെ പണം മോഷണം പോയി. മാടായി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ എഴുതിയ 10ഓളം വിദ്യാർത്ഥികളുടെ ബാഗിൽ സൂക്ഷിച്ച പണമാണ് നഷ്ടമായത്. പഴയങ്ങാടി പോലീസിൽ പരാതി നൽകി. ശനിയാഴ്ച മാടായി ഗവൺമെന്റ് ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസറുടെ പ്രിലിമിനറി എക്സാം എഴുതാനെത്തിയ ഉദ്യോഗാർത്ഥികളുടെ പണമാണ് നഷ്ടപ്പെട്ടത്. 10ഓളം ഉദ്യോഗാർത്ഥികളുടെ ക്ലോക്ക് റൂമിൽ സൂക്ഷിച്ച ബാഗുകളിൽ നിന്നായാണ് പണം മോഷണം പോയത്. പയ്യന്നൂർ, രാമന്തള്ളി, എടാട്ട് സ്വദേശികളുടെ 5000ഓളം രൂപയാണ് നഷ്ടമായത്. പരീക്ഷ നടക്കുമ്പോൾ ഗേറ്റ് അടച്ചിരിക്കുകയായിരുന്നു. പുറത്തുനിന്നും ആരും സ്കൂളിൽ അകത്തേക്ക് പ്രവേശിച്ചിട്ടില്ലെന്ന് സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. സംഭവത്തിൽ പഴയങ്ങാടി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. രാജ്യത്തിന്റെ അഭിമാനം ചോദ്യം ചെയ്യുന്ന ഏത് ശക്തിക്കെതിരെയും ഒറ്റക്കെട്ടായി പോരാടുമെന്നും മതപരമായോ വർഗീയപരമായോ വിഭജനം ഇന്ത്യയിൽ അനുവദിക്കില്ലെന്നും കോൺഗ്രസ് എസ് സംസ്ഥാന പ്രസിഡന്റും മന്ത്രിയുമായ രാമചന്ദ്രൻ കടന്നപ്പള്ളി പ്രസ്താവിച്ചു. കോൺഗ്രസ് എസ് കടന്നപ്പള്ളി പാണപ്പുഴ മണ്ഡലം ഏകദിന ശില്പശാലയും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കടന്നപ്പള്ളി പാണപ്പുഴ മണ്ഡലം കോൺഗ്രസ് എസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തകരുടെ കുടുംബസംഗമവും ഏകദിന ശില്പശാലയും സംഘടിപ്പിച്ചു. കണ്ടോന്താർ ഇടമന UP സ്കൂളിൽ നടന്ന പരിപാടി കോൺഗ്രസ് എസ് സംസ്ഥാന പ്രസിഡന്റും രജിസ്ട്രേഷൻ, പുരാവസ്തു, പുരാരേഖ, മ്യൂസിയം വകുപ്പ് മന്ത്രിയുമായ രാമചന്ദ്രൻ കടന്നപ്പള്ളി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ഐയുടെ മുഖ്യമന്ത്രിമാരുടെ രാജ്യത്ത് അവരുടെ ഒരു പ്രതിഷേധ പ്രമേയം പോലും പാസ്സാക്കിയില്ല. പക്ഷേ അവരാരും ഒന്നും ചെയ്തില്ലെങ്കിലും ഇന്ത്യയിൽ ആത്മധൈര്യവും നട്ടിലുള്ള ഒരു മുഖ്യമന്ത്രി ഉണ്ട് ഇന്ത്യയിൽ എന്ന് തെളിയിച്ചു കൊടുത്തു. കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞു, ഈ 2 കാര്യങ്ങളും സംരക്ഷിച്ചുകൊണ്ട് എൻ്റെ ഗവൺമെൻറ് വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് പറയാൻ എന്താ ഇന്ത്യയിലെ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് അങ്ങനെ സംസാരിക്കാൻ കഴിയാതെ പോയത്? അതാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസ് സംസ്കാരം നഷ്ടപ്പെട്ടവരാണ് കോൺഗ്രസ് ഐക്യ. ഗാന്ധിയേക്കാൾ വലിയ ലോക നേതാവില്ല. ആ ഗാന്ധിയുടെ നാമധേയത്തിൽ എന്തെല്ലാം നടക്കുന്ന ലോകത്ത് ലോക സമാധാനത്തിന് നിൽക്കുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രധാനപ്പെട്ട കവാടത്തിൽ ഗാന്ധിയുടെ പ്രതിമ ആച്ഛാദനം ചെയ്ത് കുറേ മാസങ്ങൾക്ക് മുമ്പാണ്.
ലോകസമാധാനത്തിന് വേണ്ടി ഒരു ദിനം ആചരിക്കണം. ആ ദിനം ഏതായിരിക്കണം? ഏകണ്ഠമായി തീരുമാനിച്ചു ഒക്ടോബർ 2. അതിന് പേരും കൊടുത്തു എഴുകണ്ടൻ. മണ്ഡലം പ്രസിഡന്റ് PV വിമൽകുമാർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി MK വിജയൻ, EPR വേശാല, KV ദേവദാസ്, KK ജയപ്രകാശ്, T രാജൻ, K സുലോചന, K കരുണാകരൻ, P ജയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സംഗമത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾക്ക് തെങ്ങിൻ തൈ വിതരണം ചെയ്തു. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, ഔഷധി ഡയറക്ടർ ബോർഡ് അംഗം K പത്മനാഭന് തെങ്ങിൻ തൈ നൽകിക്കൊണ്ട് വിതരണോദ്ഘാടനം നിർവഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. യാത്രക്കാർക്ക് അപകട ഭീഷണിയായി വാഹനമിടിച്ചു തകർന്ന പഴയങ്ങാടി പാലത്തിന്റെ കൈവരികൾ. മാസങ്ങൾക്കു മുൻപ് ടാങ്കർ ലോറി അപകടത്തെ തുടർന്നായിരുന്നു പാലത്തിന്റെ കൈവരികൾ തകർന്നത്. മാസങ്ങൾക്ക് മുൻപ് ടാങ്കർ ലോറിയും ട്രാവലറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് പഴയങ്ങാടി പാലത്തിന്റെ കൈവരി തകർന്നത്. ശേഷവും ഇവിടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടിരുന്നു. കൈവരി തകർന്ന് ഏതു നിമിഷവും താഴേക്ക് പതിക്കാം എന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. റോഡരികിൽ മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ തന്നെ വാഹന കാൽനട യാത്രക്കാർ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. വീതി കുറഞ്ഞ പാലത്തിലൂടെ ഏറെ പ്രയാസപ്പെട്ടാണ് നിലവിൽ യാത്രക്കാർ പോകുന്നത്. ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ദിവസേന കടന്നു പോകുന്ന പാലത്തിലാണ് ഈ അവസ്ഥ ഉള്ളത്. തകർന്ന കൈവരികൾ താഴേക്ക് വീണാൽ അതും അപകടം ഉണ്ടാക്കും. നാട്ടുകാർ നിരവധി തവണ പരാതി പറഞ്ഞിട്ടും പരിഹാരമുണ്ടായില്ല. പാലത്തിന് ഇരുവശത്തും കാടുകളും വളർന്നിട്ടുണ്ട്. ഇത് വാഹനയാത്രക്കാരുടെ കാഴ്ച മറയ്ക്കുന്നുണ്ടെന്ന പരാതിയും ഉയരുന്നുണ്ട്. KSTPയോ ഏതാന്ന് വെച്ചാൽ വേണ്ട ആൾക്കാർ വന്ന് ആ റോഡിന്റെ അറ്റകുറ്റപ്പണി തീർത്ത് വളരെ വേഗം അത് ശരിയാക്കി തരണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. പിന്നെ പുതിയ പാലം ഏതായാലും ഇപ്പോൾ ഒന്നും ആവാതെ കാരണം ഇതിലെ ഭയങ്കര ലോറികളും അതും ഇതും പോകുന്നത് കൊണ്ട് ഭയങ്കര പ്രയാസങ്ങൾ ഉണ്ടാക്കും. ലോറിക്കാർ വരെ സൈഡ് കൂടാതെ കടന്ന് സൈഡങ്ങ് മറിയേണ്ട അവസ്ഥയിലാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പണി ഒന്ന് കാണാൻ, ഒരു വെയിലുണ്ടെന്നൊന്നും കാണാനുള്ളൊരു പദ്ധതികളും നിങ്ങൾ ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പാലത്തിൽ തെരുവ് വിളക്ക് ഇല്ലാത്തതിനാൽ തന്നെ രാത്രികാലങ്ങളിൽ ഇനിയും വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. തലനാരിഴയ്ക്കാണ് പലരും അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുള്ളത്. ഒരു അപകടത്തിന് ഇനിയും കാത്തുനിൽക്കാതെ അധികൃതർ എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം കാണണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മെയ് 12 മുതൽ 18 വരെ പയ്യന്നൂരിൽ നടക്കുന്ന ടി ഗോവിന്ദൻ അഖിലേന്ത്യാ വോളിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ പയ്യന്നൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പയ്യന്നൂർ സ്പോർട്സ് കൾച്ചറൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ രജത ജൂബിലിയോടനുബന്ധിച്ചാണ് ടി ഗോവിന്ദൻ അഖിലേന്ത്യാ വോളി സംഘടിപ്പിക്കുന്നത്. മെയ് 12 മുതൽ 18 വരെ നടക്കുന്ന ടി ഗോവിന്ദൻ അഖിലേന്ത്യാ വോളിയിൽ ഇന്ത്യയിലെ ശ്രദ്ധേയമായ ടീമുകളാണ് പുരുഷ വനിതാ വിഭാഗങ്ങളിൽ മത്സരിക്കുന്നത്. പുരുഷ വിഭാഗത്തിൽ മുംബൈ സ്പൈക്കേഴ്സ്, കസ്റ്റംസ്, ചെന്നൈ ഇൻകം ടാക്സ്, ഇന്ത്യൻ എയർഫോഴ്സ്, KSEB, കേരള പോലീസ് എന്നീ ടീമുകളും വനിതാ വിഭാഗത്തിൽ സൗത്ത് സെൻട്രൽ റെയിൽവേ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ICF ചെന്നൈ, KSEB എന്നീ ടീമുകളാണ് മാറ്റുരയ്ക്കുന്നത്. ഇന്ത്യയിലെ പ്രശസ്തരായ താരങ്ങളെല്ലാം പയ്യന്നൂരിൽ എത്തുന്നുവെന്നത് ഇത്തവണത്തെ ടൂർണമെന്റിന്റെ പ്രത്യേകതയാണ്. ഒരേ സമയം 6000 പേർക്ക് ഇരുന്ന് കളി കാണാൻ സാധിക്കുന്ന തരത്തിൽ സ്കഫോൾഡ് ഗാലറി ഉൾപ്പെടെയുള്ള സംവിധാനമാണ് സ്റ്റേഡിയത്തിൽ ഒരുക്കുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക് മത്സരം തുടങ്ങും. ടൂർണമെന്റിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ പയ്യന്നൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംഘാടക സമിതി ചെയർമാൻ TI മധുസൂദനൻ MLA, ജനറൽ കൺവീനർ P ഗംഗാധരൻ, P സന്തോഷ്, TA അഗസ്റ്റിൻ, ശശി വട്ടക്കോവൽ, MK രാജൻ, KV ബാബു, M രാഘവൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മെയ് 12 മുതൽ പയ്യന്നൂരിൽ നടക്കുന്ന ടി ഗോവിന്ദൻ അഖിലേന്ത്യാ വോളിയുടെ വരവറിയിച്ചുകൊണ്ട് വിളംബര റാലി നടന്നു. പയ്യന്നൂർ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ പരിസരത്തു നിന്നും ആരംഭിച്ച വിളംബര റാലി വോളിബോൾ ടൂർണമെന്റ് നടക്കുന്ന സ്റ്റേഡിയത്തിൽ എത്തിച്ചേർന്നു. മെയ് 12 മുതൽ 18 വരെ പയ്യന്നൂരിൽ നടക്കുന്ന ടി ഗോവിന്ദൻ അഖിലേന്ത്യാ വോളിയുടെ വരവറിയിച്ച് വിളംബര ഘോഷയാത്ര നടന്നു. പയ്യന്നൂർ സെന്റ് മേരീസ് സ്കൂൾ പരിസരത്തു നിന്നും ആരംഭിച്ച വിളംബര ഘോഷയാത്ര മുൻ MP P കരുണാകരൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. KK ഫൽഗുനൻ അധ്യക്ഷത വഹിച്ചു. TI മധുസൂദനൻ MLA, P സന്തോഷ്,
നഗരസഭാ കൗൺസിലർമാർ, കുടുംബശ്രീ പ്രവർത്തകർ, സംഘാടക സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ വിളംബര ഘോഷയാത്രയിൽ പങ്കെടുത്തു. വോളിബോൾ ടൂർണമെന്റ് നടക്കുന്ന സ്റ്റേഡിയത്തിൽ വിളംബര ഘോഷയാത്ര സമാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാടായിപ്പാറ സംരക്ഷണ സമിതി ആരംഭിച്ച പഞ്ചദിന സായാഹ്ന സത്യഗ്രഹം 3-ാം ദിവസം പിന്നിട്ടു. സമരത്തിന് ഐക്യദാർഢ്യവുമായി വിവിധ സംഘടനകൾ എത്തുന്നുണ്ട്. 3-ാം ദിവസം നടന്ന സമരം KPCC മെമ്പർ MP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മാടായിപ്പാറ സംരക്ഷണ സമിതി ആരംഭിച്ച പഞ്ചദിന സായാഹ്ന സത്യാഗ്രഹം 3-ാം ദിവസം പിന്നിട്ടു. സമരത്തിന് ഐക്യദാർഢ്യവുമായി വിവിധ സംഘടനകളാണ് മുന്നോട്ട് വരുന്നത്. 3-ാം ദിനം നടന്ന സമരം KPCC മെമ്പർ MP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യഥാർത്ഥത്തിൽ മറ്റൊന്നും പ്രതീക്ഷിക്കാതെ ഒരു വിഭാഗം ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് നടത്തുന്ന ഈ ഐതിഹാസികമായ ചരിത്ര സമരം, അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെല്ലാം തന്നെ നമ്മുടെ രാജ്യത്തിലെ, നമ്മുടെ നാട്ടിലെ എല്ലാ രംഗത്തും, പൊതുപ്രവർത്തന രംഗത്തും സാമൂഹ്യ സാംസ്കാരിക രംഗത്തൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വങ്ങളാണ്. സംരക്ഷണ സമിതി ചെയർമാൻ PP കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KP ചന്ദ്രാംഗതൻ മാടായിപ്പാറയുടെ പരിസ്ഥിതി സവിശേഷതകൾ വിശദീകരിച്ചു. ചെറുതാഴം പഞ്ചായത്ത് മെമ്പർ U രാമചന്ദ്രൻ, P മുസ്തഫ മാസ്റ്റർ, K സേറാബിൽ, T വിശ്വനാഥൻ, PP രാജൻ, നാരായണൻ കുഞ്ഞിമംഗലം, E ബാലകൃഷ്ണൻ, KP രാമകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. സംസ്ഥാനത്തെ മികച്ച കുടുംബശ്രീ CDSനുള്ള പുരസ്കാരം നേടിയതിന്റെ ആഹ്ലാദത്തിലാണ് ചെറുവത്തൂർ പഞ്ചായത്ത് കുടുംബശ്രീ പ്രവർത്തകർ. പുരസ്കാരത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച ചെറുവത്തൂർ ടൗണിൽ ഘോഷയാത്രയും പഞ്ചായത്ത് ഹാളിൽ കേക്ക് മുറിക്കലും നടന്നു. സംയോജന പ്രവർത്തനം, തനതു പ്രവർത്തനം, ഭരണനിർവഹണം, മൈക്രോ ഫിനാൻസ് എന്നിവയുടെ 2023-24 വർഷത്തെ മികച്ച പ്രവർത്തനം പരിഗണിച്ചാണ് ചെറുവത്തൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDS സംസ്ഥാനതലത്തിൽ 1-ാം സ്ഥാനം നേടിയത്. കഠിന പരിശ്രമത്തിലൂടെ ചെറുവത്തൂർ കുടുംബശ്രീയെ സംസ്ഥാനതലത്തിലെ അഭിമാന നേട്ടത്തിലേക്ക് നയിച്ച CDS അധ്യക്ഷ ശ്രീജ ദിലീപിനെയും അംഗങ്ങളെയും ആനയിച്ചാണ് ചെറുവത്തൂർ ടൗണിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്ര നടത്തിയത്. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 100 കണക്കിന് കുടുംബശ്രീ അംഗങ്ങൾ ഘോഷയാത്രയിൽ അണിനിരന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള, വൈസ് പ്രസിഡന്റ് PV രാഘവൻ, കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി KV വിനയകുമാർ, ഭരണസമിതി അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ ഘോഷയാത്ര നയിച്ചു. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ പഞ്ചായത്ത് ഭരണസമിതിയും കുടുംബശ്രീ CDS ഭരണസമിതിയും സംയുക്തമായി യോഗം ചേർന്ന് കേക്ക് മുറിച്ചു. ചെറുവത്തൂരിന് സംസ്ഥാന അവാർഡ് നേടിയെടുത്ത കുടുംബശ്രീ പ്രവർത്തകരെ പഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള അനുമോദിച്ചു. തുടർന്ന് നാട്ടുകാർക്കും വ്യാപാരികൾക്കും മധുരപലഹാര വിതരണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കുട്ടികളുടെ ലഹരിവിരുദ്ധ ഷോർട്ട് വീഡിയോ ശ്രദ്ധേയമാകുന്നു. പറവൂർ കുണ്ടയാട് അംഗൻവാടി വർണ്ണക്കൂട്ട് കൗമാര ക്ലബ്ബിലെ കുട്ടികളാണ് വീഡിയോയിൽ അഭിനേതാക്കളായതും അണിയറയിൽ പ്രവർത്തിച്ചതും. ലഹരിയുടെ ഒരു കടന്നുകയറ്റം ഗ്രാമപ്രദേശങ്ങളിൽ പോലും ഇപ്പോൾ കണ്ടുവരുന്ന സ്ഥിതിക്ക് ചെറിയ കുട്ടികളിൽ നിന്ന് ലഹരിക്ക് എതിരെ ഒരു ഷോർട്ട് വീഡിയോ വരുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ സ്വാഗതം ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പറവൂരിലെ കുണ്ടയാട് അംഗൻവാടിക്ക് കൗമാര ക്ലബ്ബ് ഉണ്ട്. ഏറ്റവും നല്ല രീതിയിൽ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നു പോവുകയാണ്. അവരുടെ ഒരു ഷോർട്ട് വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് ഷോർട്ട് വീഡിയോ? വളരെ നന്നായി പോകുന്നു. ആളുകളുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയുണ്ട്? വളരെ നല്ല പ്രതികരണമാണ് എല്ലാവരുടെ ഭാഗത്തുനിന്നും കിട്ടിയിട്ടുള്ളത്. ഇനി ഇതുപോലുള്ള ആശയങ്ങൾ മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അതെ, ഈ കൗമാര ക്ലബിന്റെ ഒരു മെന്റർ ആയിട്ടാണ് ഇപ്പോൾ ലാവണ്യ പ്രവർത്തിക്കുന്നത് അല്ലേ? എങ്ങനെയുണ്ട് നമ്മുടെ കുട്ടികളുടെയൊക്കെ അഭിനയം? എങ്ങനെയുണ്ടായിരുന്നു? ആ ഒരു സംവിധാനത്തിന്റെ സമയത്താണല്ലോ കൂടുതൽ പറയാൻ പറ്റുക. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായതും കുട്ടികളെ ഗ്രൂം ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഞങ്ങളും ഈ ഒരു മേഖലയിൽ ആദ്യമാണ്, കുട്ടികളും ഈ ഒരു മേഖലയിൽ ആദ്യമാണ്. അപ്പം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായി. പക്ഷെ ഞങ്ങളോട് അവർ നന്നായിട്ട് സഹകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യം. ഇതിന്റെ ഒരു കഥയൊക്കെ എഴുതിയതാരായിരുന്നു? ലാവണ്യ തന്നെയായിരുന്നു? ഞങ്ങൾ ആശയങ്ങൾ ഓരോരുത്തരുടേതും ആശയങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഒരു സ്റ്റോറിയാണിത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ വലിയവരുടെ ഒരു സഹായമൊക്കെ ഇതിനു വേണ്ടി ഉണ്ടായിരുന്നു? ഞങ്ങൾക്ക് ഏറ്റവും ആദ്യം ഉണ്ടായിരുന്ന പ്രശ്നം ക്യാമറ ഇല്ല എന്നുള്ളതായിരുന്നു. അപ്പം നാട്ടിലെ അർജുവേട്ടൻ, അതുപോലെ സായന്ത്, അങ്ങനെ 1-2 പേരുടെ ക്യാമറ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്.
അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇതിൻ്റെ എഡിറ്റിങ്ങിൻ്റെ സമയത്ത് രാത്രിയിൽ ഒരു മണി 12 മണി വരെയൊക്കെ ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഏത് സമയത്താണെങ്കിലും ഞങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു തരുന്നത് ടീച്ചറായിരുന്നു. അപ്പം അങ്ങനെ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഞങ്ങൾക്ക് സഹകരണങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെയൊക്കെ പറയാറുണ്ട് വലിയ വലിയ ആളുകളൊക്കെ ഈ ലഹരിയുടെ പാതയിൽ പോകാറുണ്ടെന്ന്. പക്ഷെ ഇന്നിപ്പം നമ്മുടെ ഈ ഷോർട്ട് വീഡിയോയിൽ പറയുന്നത് പോലെ ചെറിയ കുട്ടികൾ പോലും ആ ഒരു വഴിക്ക് പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ തന്നെയല്ലേ ഇങ്ങനെ ഒരു വീഡിയോന് പിറകിൽ? അതെ 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 നമ്മുടെ സമൂഹത്തിൽ തന്നെ ഇങ്ങനെ കണ്ടുവരുന്നത് കാരണം ഇപ്പം ഞങ്ങളാണെങ്കിലും പഠിക്കുന്ന കോളേജിലും അതുപോലെ സ്കൂളിലും കണ്ടിട്ടുള്ള ഞങ്ങളുടെ സഹപാഠികളിൽ നിന്നും കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ തന്നെയാണ് ഇങ്ങനൊരു വീഡിയോ എടുക്കാൻ ഞങ്ങൾക്ക് പ്രചോദനമായിട്ടുള്ളത്. അപ്പം അതൊന്ന് മാറ്റണമെന്നുള്ള, നമ്മുടെ നാട്ടിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് എന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടത്. ഈ ഷോർട്ട് വീഡിയോ അല്ലാതെ വേറെ എന്തൊക്കെയാണ് നിങ്ങളുടെ കൗമാര ക്ലബിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ള വർക്കുകൾ? കൗമാര ക്ലബിന്റെ ഭാഗമായിട്ട് പല പ്രവർത്തനങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. വാർദ്ധക്യത്തിലുള്ള ആൾക്കാരനെ പോയി കാണുകയും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വയനാട്ടിൽ പ്രശ്നം വന്ന സമയത്ത് അവിടേക്ക് ഞങ്ങൾക്കൊരു ഫണ്ട് കൊടുക്കാൻ വേണ്ടി പറ്റി. നവീൻ ബാബു സാറിന് ഏൽപ്പിക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഞങ്ങളുടെ നാട്ടിലുള്ള എഴുത്തുകാരുടെ ഒരു മാസിക കണ്ണാടി എന്ന പേരിൽ ഞങ്ങൾക്ക് ഇറക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല കാര്യങ്ങളും ഞങ്ങൾ ഇനിയും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ചെയ്തിട്ടുണ്ട്. എല്ലാ അംഗനവാടിക്കും ഇതുപോലൊരു കൗമാര ക്ലബ്ബ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ കുണ്ടയാട് അംഗൻവാടിയുടെ കൗമാര ക്ലബ്ബ് കൂടുതൽ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ടീച്ചറിന്റെ ഒരു സപ്പോർട്ട് ഇവർക്ക് എത്രത്തോളം ഉണ്ടായിരുന്നു എല്ലാ ഘട്ടത്തിലും? സപ്പോർട്ട് എന്ന് പറയാം, എൻ്റെ കുട്ടികളാണ്, ഈ മുറ്റത്തോടി കളിച്ച കുട്ടികളാണ് അംഗനവാടി കുട്ടികൾ. വളർന്ന് അവർ വലിയവരായതാണ്. അപ്പോൾ എനിക്ക് എൻ്റെ കുട്ടികൾ അഭിമാനമാണ്, എൻ്റെ കുട്ടികളാണ് എന്നുള്ള ഇതുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞാൽ അവർ കേൾക്കുന്നുള്ളൊരു ഇതും കൂടി എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ആശയം തോന്നുമ്പോൾ കുട്ടികളോട് അങ്ങനെ ചെയ്യല്ലേ, അത് നമ്മളെ സമൂഹത്തിന് നല്ലതല്ലേ, നല്ലത് വേണ്ടിയായി ചെയ്യുമെന്ന് പറയുമ്പോൾ അവരതിന് തയ്യാറാണ്. അത് തന്നെ എനിക്കുള്ള സന്തോഷം. അതെ, ഈ കൗമാര ക്ലബിനെ കൊണ്ട് നമുക്ക് ഇനിയും സമൂഹത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് ഈ മുന്നോട്ട്? തീർച്ചയായും നമ്മുടെ നാട് അല്ലെങ്കിൽ നമ്മുടെ പുതിയ തലമുറ മോശമായ ഒരു രീതിയിലേക്ക് പോകുന്നത് തടയിടുക എന്നുള്ളത് ഇവരുടെ എല്ലാം ഒരു ഉത്തരവാദിത്തം എന്ന നിലയിലാണ് അവർ ഏറ്റെടുത്തിട്ടുള്ളത്. വളരെ ഒരു കൂട്ടായ്മയോടുകൂടി ടീച്ചറെ സപ്പോർട്ടോടുകൂടി അവരത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനാവശ്യമായ സഹായങ്ങൾ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് അംഗൻവാടിയുടെ ALMSC കമ്മിറ്റി എന്ന നിലയിൽ ഞങ്ങളെയും കൂടെ ഉത്തരവാദിത്തമാണ്. അത് പരമാവധി നിർവഹിക്കാൻ വേണ്ടി ഞങ്ങളും ശ്രമിച്ചിട്ടുണ്ട്. എത്രയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. തീർച്ചയായും വളരെ സന്തോഷം, അവർ അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് വരുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പുതിയ കാലത്ത് ലഹരി വലിയൊരു വിപത്ത് തന്നെയാണ്. കുഞ്ഞുകുട്ടികളൊക്കെ അകപ്പെട്ടു പോവുകയാണ്. പിന്നീട് തിരിച്ചു വരാൻ പറ്റാതെ ഉള്ള വലിയ കാഴ്ചകളൊക്കെ നമ്മൾ പല വാർത്തകളിലൂടെയും കണ്ടിട്ടുണ്ട്. കുട്ടികളുടെ ഭാഗത്തുനിന്ന് തന്നെ അത്തരത്തിലൊരു ബോധവൽക്കരണം ഷോർട്ട് വീഡിയോ ഒക്കെ മുന്നോട്ട് വരുന്നത് വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രണവ് പെരുമാപ്പിക്കൊപ്പം KN വർഷ. മഴക്കാലത്തും വേനലിലും കുടിവെള്ളമില്ലാതെ വലയുന്ന പ്രദേശങ്ങളിൽ വലിയ ടാങ്കുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിൽ കഴിഞ്ഞ 7 വർഷമായി ഒരു മുടക്കവും വരുത്തിയിട്ടില്ല സാമൂഹ്യ പ്രവർത്തകൻ വൾവക്കാട് പൂവളപ്പിലെ A. ഇസ്മയിൽ ഹാജിയും ഉടുമ്പുന്തലയിലെ MK റഷീദ് ഹാജിയും. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ തീരമേഖലയിൽ ഉൾപ്പെടുന്ന 6 പ്രദേശങ്ങളിലാണ് മിനി ലോറിയിൽ ടാങ്കറുകളിൽ വെള്ളമെത്തിക്കുന്നത്. കുടിവെള്ളത്തിനായി കുടങ്ങളും ബക്കറ്റുകളും ചെറിയ ബാരലുകളുമായി പാതയോരത്തും വീട്ടുമുറ്റത്തും കാത്തുനിൽക്കുന്ന വിവിധ പ്രദേശങ്ങളിലെ കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുകയെന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ഇവർക്കുള്ളത്. രാവിലെ 6:30 വീടുകളിൽ നിന്നിറങ്ങിയാൽ ഉച്ചകഴിഞ്ഞ് 2 മണി വരെ കുടിവെള്ള വിതരണമെന്ന സേവനത്തിലാണ്. കുടിവെള്ളമില്ലാത്തതുമൂലം ദുരിതമനുഭവിക്കുന്ന തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ ശുദ്ധജല ലഭ്യതയില്ലാത്ത വയലോടി, ഉടുമ്പന്തല, പൂവളപ്പ്, ഒളവറ, പുനത്തിൽ, മധുരങ്കൈ തുടങ്ങിയ 6 പ്രദേശങ്ങളിലെ 200-ൽ പരം കുടുംബങ്ങൾക്കാണ് കഴിഞ്ഞ 7 വർഷമായി ഇവർ മിനി ലോറിയിൽ 2 ടാങ്കറുകളിൽ വെള്ളം നിറച്ച് എത്തിച്ചു നൽകുന്നത്. ഓരോ പ്രദേശത്തും ഒരു ദിവസം എന്ന കണക്കിലാണ് കുടിവെള്ളം നിറച്ചുള്ള ഇവരുടെ യാത്ര. 17,000 മുതൽ 20,000 ലിറ്റർ വരെ വെള്ളമാണ് ഇവർ ഒരു ദിവസം വീടുകളിൽ എത്തിച്ചു നൽകുന്നത്. മഴക്കാലത്തു പോലും നല്ല വെള്ളം ലഭിക്കാത്ത പ്രദേശങ്ങളിലാണ് ഇവർ കുടിവെള്ളം വിതരണം ചെയ്തു വരുന്നത്. നേരത്തെ വാടകയ്ക്ക് വാഹനമെടുത്താണ് വെള്ളം വിതരണം നടത്തിയിരുന്നതെങ്കിൽ പിന്നീട് ഉടുമ്പന്തലയിലെ MK റഷീദ് ഹാജി ഒരു മിനി ലോറി സ്വന്തമായി വാങ്ങിയാണ് നാട്ടുകാർക്ക് വെള്ളം എത്തിച്ചു നൽകുന്നതിന് സൗകര്യം ഒരുക്കിയത്. ഇതിനായി 2000 ലിറ്ററിൻ്റെയും 1500 ലിറ്ററിൻ്റെയും 1000 ലിറ്ററിൻ്റെയും നിരവധി ടാങ്കുകളും ഇവർ വാങ്ങി. കുടിവെള്ളം സ്ഥിരം എത്തിച്ചു നൽകുന്ന പ്രദേശങ്ങളിൽ ക്ഷേത്രങ്ങളിലെയോ പള്ളികളിലെയോ ഉത്സവ ആഘോഷങ്ങളോ വിവാഹങ്ങളോ നടക്കുമ്പോൾ ഇവരോട് ആവശ്യപ്പെട്ടാൽ
വെള്ളമെത്തിക്കുന്നതിലും ഇവർ മടികാട്ടാറില്ല. വെള്ളമെടുക്കുന്നതിന് സൗത്ത് തൃക്കരിപ്പൂർ ഇളമ്പച്ചി മൈതാനിയിലെ ജമാൽ ഹാജിയുടെ കുടുംബവും ആയിറ്റിയിലെ റഷീദ് ഹാജിയുടെ കുടുംബവും പ്രത്യേക സംവിധാനം ഒരുക്കി നൽകിയതോടെ അവിടങ്ങളിലെത്തിയാണ് വിവിധ പ്രദേശങ്ങളിലെ കുടുംബങ്ങൾക്കായി കുടിവെള്ളം ശേഖരിച്ചെത്തിക്കുന്നത്. ഇവിടങ്ങളിലെ നൂറുകണക്കിന് വരുന്ന മനുഷ്യരുടെ സന്തോഷമാണ് ഇവർക്ക് കരുത്താകുന്നത്. ഈ മാസം ആദ്യവാരത്തിൽ ഉടുമ്പുംതലയിലെ MK റഷീദ് ഹാജി സന്ദർശനത്തിന് വിദേശത്ത് പോയതോടെ ദിവസങ്ങളായി ഇസ്മയിൽ ഹാജി ഒറ്റയ്ക്കാണ് വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളം സംഭരിച്ച് വിതരണം ചെയ്തു വരുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ദൃശ്യ മ്യൂസിക് ഫെസ്റ്റ് മെഗാ ഫൈനൽ മത്സരം മെയ് 11 ഞായറാഴ്ച വൈകുന്നേരം 5:30 മുതൽ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടക്കും. TI മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിക്കും. ദൃശ്യ മ്യൂസിക് ഫെസ്റ്റ് മെഗാ ഫൈനൽ മത്സരം മെയ് 11 ഞായറാഴ്ച വൈകുന്നേരം 5:30 മുതൽ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടക്കും. വിവിധ റൗണ്ടുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത 8 മത്സരാർത്ഥികളാണ് ഫൈനൽ റൗണ്ടിൽ മത്സരിക്കുന്നത്. ദൃശ്യ മ്യൂസിക് ഫെസ്റ്റിന്റെ മെഗാ ഫൈനൽ മത്സരം ഞായറാഴ്ച നാളെ വൈകുന്നേരം 5:30 മുതൽ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ വെച്ച് നടക്കുകയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മത്സരാർത്ഥികളിൽ നിന്ന് തെരഞ്ഞെടുത്ത 8 പേരാണ് മെഗാ ഫൈനൽ മത്സരത്തിൽ മത്സരിക്കുന്നത്. ഈ സംഗീത മത്സരത്തിൽ കേരളത്തിലെ തന്നെ പ്രശസ്തരായിട്ടുള്ള സംഗീതജ്ഞന്മാരായിട്ടുള്ള കാഞ്ഞങ്ങാട് രാമേന്ദ്ര മാസ്റ്റർ, VT മുരളി, അതുപോലെ തന്നെ വേണു മാസ്റ്റർ തുടങ്ങിയ പ്രഗത്ഭർ ഇതിൻ്റെ വിധികർത്താക്കളായി എത്തുന്നുണ്ട്. ഈ മത്സരത്തിൻ്റെ എല്ലാ മുന്നൊരുക്കങ്ങളും ദൃശ്യ ഇതിനകം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഒരു പൊതുപരിപാടിയായി സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മത്സരത്തെ ദൃശ്യ കാണുന്നത്. മത്സരം TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്യും. കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ മാസ്റ്റർ, VT മുരളി, വേണുഗോപാലൻ മാസ്റ്റർ തുടങ്ങിയവർ വിധികർത്താക്കളായി എത്തും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കോവിഡ് കാലത്ത് ശില്പി KKR വെങ്ങര ചാർക്കോൾ കൊണ്ട് വരച്ച ചിത്രങ്ങളുടെ പ്രദർശനം ഓർമ്മകൾ ഉണ്ടായിരിക്കണം ശ്രദ്ധേയമാകുന്നു. മാടായി മഹോത്സവത്തിലാണ് ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞുപോയ കറുത്ത ദിനങ്ങൾ സൃഷ്ടിച്ച വൈകാരിക ഭാവങ്ങളുടെ കോറലുകളാണ് ഓർമ്മ ചിത്ര പ്രദർശനം. ആ ദിവസങ്ങളിലെ ഓർമ്മക്കുറിപ്പുകൾ ചിത്രങ്ങളായി വരച്ചെടുത്തു. ദശലക്ഷക്കണക്കിന് മനുഷ്യർ ലോകമെമ്പാടും പിടഞ്ഞു വീണ് മരിച്ച ദിനങ്ങൾ, പ്രാണവായുവിനു വേണ്ടി നെട്ടോട്ടമോടിയ മനുഷ്യർ, മരണത്തെ മുഖാമുഖം കണ്ട് പകച്ചുപോയവർ, തനിക്കു ചുറ്റും കുമിഞ്ഞുകൂടിയ ശവശരീരങ്ങൾ കണ്ട് നിസ്സഹായരായവർ, പണം ഒന്നിനും പരിഹാരമല്ലെന്ന് തിരിച്ചറിഞ്ഞ ദിനങ്ങൾ, സ്വന്തം ജീവൻ തൃണവൽഗണിച്ച് അന്യനു വേണ്ടി സമർപ്പിത കർമ്മം നിർവഹിച്ച ആരോഗ്യ പ്രവർത്തകർ, മനുഷ്യരുടെ നിസ്സഹായതയെ കച്ചവടച്ചരക്കാക്കിയവർ, നിഷേധിക്കപ്പെട്ട സഞ്ചാര സ്വാതന്ത്ര്യത്തിൽ വീർപ്പുമുട്ടിയവർ, സ്വന്തം വീടുകൾ പോലും തടവറയായി പരിവർത്തിക്കപ്പെട്ടപ്പോൾ വിറങ്ങലിച്ചവർ. ആ വേദനകൾ കൂടിയാണ് ഈ ചിത്രങ്ങളുടെ രചനയ്ക്ക് പ്രചോദനം എന്ന് ചിത്രകാരനും ശില്പിയുമായ KKR വെങ്ങര പറഞ്ഞു. കഴിഞ്ഞുപോയ കാലഘട്ടത്തിന്റെ ഭീതിതമായിട്ടുള്ള ഓർമ്മയെ നമ്മളിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതാണ്. സത്യത്തിൽ കൊറോണ കാലം നമ്മൾക്ക് ഓരോരുത്തർക്കും വലിയ മാനസിക ആഘാതം നേടുത്തുന്ന ഒരു കാലഘട്ടമാണ്. എൻ്റെ തന്നെ 3-4 സുഹൃത്തുക്കളുടെ മരണം, മറ്റു പല പ്രശ്നങ്ങൾ, ഇതൊക്കെ ചേർന്ന് ആ കാലഘട്ടത്തിൽ ഒരുതരം ഭ്രാന്തമായിട്ടുള്ള മാനസികാവസ്ഥയാണ് എന്നെ സംബന്ധിച്ചിട്ട് ആ കാലം സമ്മാനിച്ചത്. സത്യത്തിൽ ഓരോ ദിവസവും നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന ബിംബങ്ങൾ, ആ കാലഘട്ടത്തിൽ ഓരോ വാർത്തകളും നമ്മളിൽ ഉണ്ടാക്കുന്ന ആഘാതങ്ങളൊക്കെ ചേർന്നാണ് ഞാൻ ഈ ചിത്രം വരച്ചു തുടങ്ങിയത്. കൊറോണ കാലത്ത് വരച്ചതിൽ തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ചു ചിത്രങ്ങളാണ് ഈ പ്രദർശനത്തിൽ ഉള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ നഗരസഭ 18-ാം വാർഡിലെ വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയവരെ വാർഡ് കൗൺസിലർ മണിയറ ചന്ദ്രന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത പരിപാടി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നഗരസഭ 18-ാം വാർഡിൽ നിന്നും വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ മണിയറ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ VM സന്തോഷ് ചടങ്ങിൽ മുഖ്യാതിഥിയായി. നേട്ടം നേടിയിട്ടുള്ള ആൾക്കാർ ഒരുമിച്ച് വരിക എന്നുള്ള ഒരു സന്തോഷമാണ്. ഈ പ്രസംഗത്തിനൊന്നും അതിൽ വലിയ അർത്ഥമില്ല.
ഇതിനപ്പുറത്ത് അവരെല്ലാവരും നമുക്ക് ഒരുമിച്ച് ഇല്ലെങ്കിൽ അവരുടെ പേരിൽ നമ്മളെല്ലാവരും ഒത്തുചേരുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ജീവിതത്തിൽ ഒരു നേട്ടവും നമുക്ക് വെറുതെ ഉണ്ടാവുന്നതല്ല. അത് ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. എത്രയോ ദിവസങ്ങളുടെ എത്രയോ കാലത്തെ കഠിനമായ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ്. മറ്റുള്ളവർ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും അലസമായിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വളരെ ലക്ഷ്യബോധത്തോടു കൂടി വർക്ക് ചെയ്തിട്ടാണ് ഉണ്ടാവുന്നത്. അത് പറയുന്ന ഒരു നേട്ടവും കഴിഞ്ഞ ആഴ്ച നമ്മളെല്ലാവരും പത്രത്തിൽ വായിച്ചൊരു കാര്യം, 14-ാം വയസ്സുകാരൻ IPL സെഞ്ചുറി അടിച്ചപ്പോൾ ഒരു ദിവസം ആ കുട്ടി 100 ഓവർ ബോളാണ് ഫേസ് ചെയ്യുന്നതെന്ന് ആലോചിക്കുക നമ്മൾ. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ബാലൻ, കൗൺസിലർ KK ഫൽഗുനൻ, PK ദിനൂപ്, SKP അബ്ദുൽ ഖാദർ തുടങ്ങിയവർ സംസാരിച്ചു. കേരള കേന്ദ്ര സർവകലാശാലയിൽ നിന്ന് കെമിസ്ട്രി ഡോക്ടറേറ്റ് നേടിയ നീതു PP, പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും മാസ് കമ്മ്യൂണിക്കേഷനിൽ ഡോക്ടറേറ്റ് നേടിയ ശ്രുതി രാജൻ, JM 2005 ഓൾ ഇന്ത്യ റാങ്ക് 86 നേടിയ ഷിറിൻ BC, 65-ാം വയസ്സിൽ 10ാം തരം തുല്യത പരീക്ഷ വിജയിച്ച B ഫാത്തിമ MM, കേരള സ്കൂൾ കലോത്സവത്തിൽ A ഗ്രേഡ് നേടിയ ദേവപ്രിയ NB എന്നിവരെയാണ് അനുമോദിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ ഭക്തജന തിരക്ക്. രാത്രിയിൽ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ദിവസത്തെ കളിയാട്ടത്തിന് ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ തുടക്കം കുറിച്ചതോടെ വൻ ജനത്തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. ഉത്സവം തുടങ്ങിയ ദിനത്തിൽ പകൽ സമയത്തായിരുന്നു തെയ്യങ്ങളുടെ പുറപ്പാട്. എന്നാൽ അതിനുശേഷമുള്ള ദിനങ്ങളിൽ രാത്രിയിൽ തന്നെയാണ് ആരൂഢ ദേവതമാരായ വിഷ്ണുമൂർത്തിയുടെയും രക്തചാമുണ്ടിയുടെയും തോറ്റവും തെയ്യപ്പുറപ്പാടും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ രാത്രിയിൽ നല്ല തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. സമാപന ദിവസമായ 15-ന് മാത്രമാണ് ഇനി പകൽ സമയത്ത് തെയ്യങ്ങളുടെ പുറപ്പാട് നടക്കുക. ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തർക്കും രാത്രിയിലും പകലുമായി 2 നേരം അന്നദാനവും നൽകുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. യുണീക് കൊക്കാനിശ്ശേരിയുടെ 40-ാം വാർഷികാഘോഷ ഭാഗമായി ചെണ്ട പരിശീലനം നടത്തുന്നവരുടെ ചെണ്ടയെടുക്കൽ ചടങ്ങ് നടന്നു. ചെണ്ട അരങ്ങേറ്റം മെയ് 11-ന് നടക്കും. യുണീക് കൊക്കാനിശ്ശേരിയുടെ 40-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ചെണ്ട പരിശീലനം നടത്തുന്നവരുടെ ചെണ്ടയെടുക്കൽ ചടങ്ങ് നടന്നു. കൃഷ്ണൻ കാർണവർ നിലവിളക്ക് കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ സുധിയുടെ ശിക്ഷണത്തിൽ സ്ത്രീകളും കുട്ടികളുമടക്കം 40 പേരാണ് ചെണ്ട പരിശീലനം നടത്തുന്നത്. 7 വയസ്സു മുതൽ 60 വയസ്സ് വരെയുള്ളവർ ചെണ്ട പരിശീലനം നടത്തിവരുന്നു. 6 മാസമായി ഇവർ പരിശീലനം ആരംഭിച്ചിട്ട്. ചെണ്ട അരങ്ങേറ്റം മെയ് 11-ന് രാത്രി 7 മണിക്ക് ശ്രീവത്സം ഗ്രൗണ്ടിൽ നടക്കും. യുണീക് ഭാരവാഹികൾ ചെണ്ടയെടുക്കൽ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുണിയൻ നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലുള്ള ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. പയ്യന്നൂർ ഡിവൈഎസ്പി കെ വിനോദ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. കരിവെള്ളൂർ കുണിയൻ നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തുന്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. പറമ്പത്തറ അമ്പലമൈതാനിയിലാണ് ടൂർണമെന്റ് നടക്കുന്നത്. പയ്യന്നൂർ ഡിവൈഎസ്പി കെ വിനോദ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പി കുഞ്ഞികൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കല്ലത്ത് രവീന്ദ്രൻ മാസ്റ്റർ, വി ഉണ്ണിക്കണ്ണൻ മാസ്റ്റർ, കെ വിജയൻ മാസ്റ്റർ, കെ അനിൽകുമാർ, ഷാദുലി പുഞ്ചക്കര തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ലഹരിയാകാം കളിയിടങ്ങളോട് എന്ന മുദ്രാവാക്യമുയർത്തിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. യുവധാര കുണിയനും പ്ലേയേഴ്സ് അരവഞ്ചാലും തമ്മിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് യുവധാര കുണിയൻ വിജയികളായി.
നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. PSC പരീക്ഷയ്ക്കെത്തിയ ഉദ്യോഗാർത്ഥികളുടെ പണം മോഷണം പോയി. മാടായി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ എഴുതിയ 10ഓളം വിദ്യാർത്ഥികളുടെ ബാഗിൽ സൂക്ഷിച്ച പണമാണ് നഷ്ടമായത്. പഴയങ്ങാടി പോലീസിൽ പരാതി നൽകി. രാജ്യത്തിന്റെ അഭിമാനം ചോദ്യം ചെയ്യുന്ന ഏത് ശക്തിക്കെതിരെയും ഒറ്റക്കെട്ടായി പോരാടുമെന്നും മതപരമായോ വർഗീയപരമായോ വിഭജനം ഇന്ത്യയിൽ അനുവദിക്കില്ലെന്നും കോൺഗ്രസ് എസ് സംസ്ഥാന പ്രസിഡന്റും മന്ത്രിയുമായ രാമചന്ദ്രൻ കടന്നപ്പള്ളി പ്രസ്താവിച്ചു. കോൺഗ്രസ് എസ് കടന്നപ്പള്ളി പാണപ്പുഴ മണ്ഡലം ഏകദിന ശില്പശാലയും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. യാത്രക്കാർക്ക് അപകട ഭീഷണിയായി വാഹനമിടിച്ചു തകർന്ന പഴയങ്ങാടി പാലത്തിന്റെ കൈവരികൾ. മാസങ്ങൾക്ക് മുൻപ് ടാങ്കർ ലോറി അപകടത്തെ തുടർന്നായിരുന്നു പാലത്തിന്റെ കൈവരികൾ തകർന്നത്. പയ്യന്നൂർ സ്പോർട്സ് കൾച്ചറൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ രജത ജൂബിലിയോടനുബന്ധിച്ച് മെയ് 12 മുതൽ 18 വരെ പയ്യന്നൂരിൽ നടക്കുന്ന ടി ഗോവിന്ദൻ അഖിലേന്ത്യാ വോളിയുടെ വരവറിയിച്ചുകൊണ്ട് വിളംബര റാലി നടന്നു. പയ്യന്നൂർ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ പരിസരത്തു നിന്നും ആരംഭിച്ച വിളംബര റാലി വോളിബോൾ ടൂർണമെന്റ് നടക്കുന്ന സ്റ്റേഡിയത്തിൽ സമാപിച്ചു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.